അടിപൊളി കാര്യങ്ങൾ. ആഹാ, പിന്നൊരു പൈനാപ്പിൾ. പുളിയുണ്ട്. പൈനാപ്പിൾ ടോക്സിൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ നിൽക്കുന്നത് മുണ്ടക്കയത്താണ്. അതായത് ഹൈറേഞ്ച് തമിഴ്നാട് മേഖലകളിൽ വണ്ടി വന്ന് ഏറ്റവും കൂടുതൽ ശബരിമലയ്ക്ക് തിരിഞ്ഞു പോകുന്ന സ്ഥലമാണ് ഇവിടുന്ന് കേട്ടോ. ഇത് ഇടുക്കി ജില്ലയുടെ തുടക്കമാണ്. നമുക്ക് അങ്ങോട്ട് പോയി പാലത്തിനോട് എടുക്കണം എന്ന് ഓർത്തേ, പക്ഷേ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അവിടെ ട്രാഫിക് പോലീസൊക്കെ ഉണ്ട്. പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കണ മോശമല്ലേ. അവിടെ നമ്മൾ ഇവിടം തൊട്ട് നമ്മുടെ കുമളി വരെ ഒരു റൈഡ് എടുക്കുക കേട്ടോ. പോകുന്ന വഴിക്ക് എന്തൊക്കെ കാണാനുണ്ട്, എന്തെല്ലാം പ്രമുഖ സ്ഥലങ്ങളുണ്ട്, നമുക്ക് പറ്റാവുന്നതും കാണിക്കാവുന്നതും ഒക്കെ നമ്മൾ പകർത്തും. ഓക്കെ, അപ്പോൾ നിങ്ങളോട് കയറിക്കും. മുണ്ടക്കയത്തൊക്കെ ശബരിമല സീസണെ അവസാനിക്കാറായ സമയമല്ലേ. ഇനിയിപ്പോൾ അതിൻ്റെ കുറച്ച് ദിവസങ്ങളുണ്ട്. ശബരിമല വാഹനങ്ങളുടെ വൻ തിരക്കാട്ടോ, വൻ തിരക്ക്. വണ്ടി ഓടിക്കുന്നതൊക്കെ വളരെ സൂക്ഷിച്ചും കണ്ടുപോയി. അല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് യാത്ര ചെയ്യുന്നവർ, സ്ഥിരം യാത്രക്കാരും ഒക്കെയുണ്ട്. കൂടാതെയാണ് ശബരിമല യാത്രക്കാർ. അവർ ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് വരുന്ന കേട്ടോ. കണ്ട് അതൊക്കെ നമ്മൾ നോക്കിയും കണ്ടും വേണം യാത്ര ചെയ്യാൻ. അപ്പം റെഡി, തുടങ്ങിയേക്കാം. എത്തിയപ്പോൾ നല്ല വെയിലാട്ടോ. നമുക്കൊന്ന് കയറി എല്ലാവരും കയറിക്കും. വാർത്തയൊക്കെ നമുക്ക് ഇപ്പോൾ നമ്മൾ മുണ്ടക്കയത്ത് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. നല്ല തിരക്കാണ് റോഡ്. അതുകൊണ്ട് വണ്ടി ഓടിക്കുന്നവർ, വാഹനം ഓടിക്കുന്നവർ വളരെ സൂക്ഷിച്ച് ഓടിക്കുക. നേരെ കയറി വരുന്നുണ്ട്. മുണ്ടക്കയം ഈസ്റ്റ് കേട്ടോ. ചെറിയ സിറ്റിയാണ്. 1-2 ഹോട്ടലുകളൊക്കെ ഉണ്ട്. വണ്ടി പാർക്ക് ചെയ്യാം. ഇതൊക്കെ കുറേയൊക്കെ ബോയ്സ് എസ്റ്റേറ്റിൻ്റെ പിന്നെ ചെറുപള്ളി എസ്റ്റേറ്റിൻ്റെ ഒക്കെ ഭാഗമാട്ടോ. വഴി നീളം പൈനാപ്പിൾ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പൈനാപ്പിൾ. സൈഡിൽ പൈനാപ്പിൾ കൃഷിയുണ്ട്. നേരെ പോയ കുമളി ശകലം വലത്തോട്ട് പോയി കഴിഞ്ഞാൽ വള്ളിയങ്കാവ് ക്ഷേത്രം. നമുക്ക് ആ വഴിയും കൂടെ കണ്ടിട്ട് പോകാം. ക്ഷേത്രത്തിൽ നമുക്ക് പിന്നീട് സംഭവം. ഇതാണ് വള്ളിയങ്കാവ് ക്ഷേത്രത്തിൻ്റെ ഗേറ്റ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വള്ളിയങ്കാവാണ്. ഒരു MMT ഹോസ്പിറ്റലുണ്ട്. ന്യായം തിരക്കാണ്. വണ്ടി കയറി വരുന്നത്. രണ്ടു ചുറ്റും പൈനാപ്പിൾ കേട്ടോ. മേളിൽ നമുക്ക് പൈനാപ്പിൾ കൃഷി കാണത്തക്ക സ്ഥലമാണ്. നമുക്ക് അവിടെ നിർത്തി പൈനാപ്പിളൊക്കെ എടുത്തു പോകാം കേട്ടോ. നമ്മുടെ റോഡിൻ്റെ വലത്തുവശത്ത് നമുക്ക് മേളിൽ കയറി നല്ല കാണാവുന്ന ഒരു സ്ഥലത്ത് നോക്കി നിന്ന് എടുത്തിട്ട് പോകാം. കുറച്ച് നേരമായി വണ്ടി ഓടിക്കാൻ തുടങ്ങി. അപ്പോൾ ദാഹിക്കുന്നുണ്ട്. നമുക്കൊരു പൈനാപ്പിളൊക്കെ മേടിച്ച് കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് അവിടെ നിന്ന് യാത്ര തുടങ്ങി. ഇതവിടെ പൈനാപ്പിൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ നിന്നൊരു പഴുത്ത ഒരെണ്ണം വാങ്ങിച്ച് കട്ട് ചെയ്ത് ഒരു സോഡ സർബത്തോ കുടിച്ച് ഇതുണ്ട്. ഇവിടെയും പൈനാപ്പിൾ വെക്കുന്നു. വണ്ടി കയറി വരുന്നുണ്ട്. പേരെങ്ങനെ? അച്ചു. നമ്മൾ കഴിക്കാനായിട്ട് പൈനാപ്പിൾ ചിത്തി മേടിക്കുന്നുണ്ട് കേട്ടോ. ഈ അവിടെ നിന്നൊരു പൈനാപ്പിളും കട്ട് ചെയ്ത് ഇതുണ്ട്. ഇവിടെ താഴ്വശം കാണുന്നത്. ഇവിടെ ഇരിക്കാനൊക്കെ ഇതൊക്കെ സ്ഥലമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആഹാ, നല്ല തണുത്തൊരു സോഡാനാരങ്ങാവുള്ളൂ പൈനാപ്പിളും. അതൊക്കെ കഴിച്ചിട്ടേ ഇവിടെ ഇരിക്കാം. ഇതുണ്ട്. ഇത് പൈനാപ്പിൾ മൂടിയിട്ടേക്കുന്നതാണേ. വെയിലടിക്കാതിരിക്കാൻ കിളി കൊണ്ടുപോയിരിക്കും. രണ്ടുമാണ് കേട്ടോ. ഈ താഴെ കാണുന്ന റോഡേ കൂടെ ഒരു 10-15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ വള്ളിയങ്കാവ് എത്തും കേട്ടോ. ഇതാ പറഞ്ഞ ഹോസ്പിറ്റൽ. ഈ ഒരു മേഖല മൊത്തം പൈനാപ്പിളാണ് കേട്ടോ. നമുക്ക് കലാപരിപാടിയിലോട്ട് തുടങ്ങാം. അടിപൊളി കാര്യങ്ങൾ. ആഹാ, പിന്നൊരു പൈനാപ്പിൾ. പുളിയുണ്ട്. മരുന്ന് നോക്കി ഇങ്ങനെയൊക്കെ കുറച്ചേരി ഇരിക്കണം. നല്ല രസമല്ലോ. ഈ വളവിലെല്ലാം ഇവിടെ എല്ലാം പൈനാപ്പിൾ കരിക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇവിടെയൊക്കെ വണ്ടി നിർത്താൻ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കരിക്കുണ്ട്. അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ കൊടികുത്തി ഏകദേശം കൊടികുത്തി കഴിയാറായി. തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ
കുറച്ച് ദൂരം നല്ല നിരപ്പ റോഡാട്ടോ. പൂക്കുന്ന വണ്ടി വരുന്നുണ്ട്, കുറച്ചെടുക്കാം. നല്ല നിരപ്പുള്ളതുകൊണ്ട് അത്യാവശ്യം വണ്ടി ഇത്തിരി സ്പീഡിലൊക്കെ ആയിരിക്കും വരും. ഇനി അവിടെ താഴെ വണ്ടി നിർത്താൻ സൗകര്യമില്ല കേട്ടോ, വണ്ടി നിർത്തരുത്. ഇത്രയും എപ്പോഴും ഇടത്ത സൈഡ് നല്ല മനോഹരമായിരിക്കും. ചില സമയത്ത് നല്ല സൂപ്പർ മഞ്ഞായിരിക്കും, ചില സമയത്ത് നല്ല രാവിലെ സമയങ്ങളിൽ നല്ല മഞ്ഞിങ്ങനെ കമ്പനി പോലെ കിടക്കുന്ന. ഇതൊക്കെ ഈ വഴി ഒരു വളരെ അപകടകരമായ സ്ഥലങ്ങളാണ് കേട്ടോ, വളരെ സൂക്ഷിച്ച വണ്ടി ഓടിക്കാവുള്ളൂ. ഇതാണ് പുല്ലുപാറ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടെ അത്യാവശ്യം വാഹനം നിർത്താനും കാപ്പ് കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പുല്ലുപാറ ഒരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കുരിശും തൊട്ടിയുണ്ട്, അത്യാവശ്യം 3-4 കൂൾബാറ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡിൽ കുറച്ച് വീതികളുണ്ട്. ഇറക്കി വരുന്ന കുറച്ച് വണ്ടികളൊക്കെ ഇവിടെ നിർത്തി അത്യാവശ്യം ചെറുകടികളും കാര്യങ്ങളും വണ്ടിക്ക് റെസ്റ്റൊക്കെ കൊടുത്ത പോണ സ്ഥലമാണ്. വഴി ഏകദേശം ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. ഉണ്ടാവും ഇവിടെ ഇറങ്ങി വരുന്ന വണ്ടികൾ ഏറ്റവും കൂടുതൽ നമുക്ക് ലൈനറിന് വരിക്കുന്നതിൻ്റെ മണം അടിക്കുന്ന ഏതൊരു സ്ഥലം ഇതായിട്ട് ഒരുമാതിരിപ്പെട്ട സമയങ്ങളിലെല്ലാം ഇറക്കം വെച്ച നീളം കൂടുതലല്ലേ. ഇവിടെ തൊട്ട് പിന്നെ ചെങ്കുത്തായ മലകളുടെ കയറ്റം തുടങ്ങും കേട്ടോ. ഇവിടെ നല്ല വീതിയുള്ള സ്ഥലമാണ്. അത് പുല്ലുപാറ കഴിഞ്ഞ് കുറച്ച് മുകളിൽ കേട്ടോ. ഇവിടെ അത്യാവശ്യം വണ്ടിയൊക്കെ ഒതുക്കിയിടാം. പൊക്കം കേട്ടോ ഇന്നലെ. ഈ മുറിഞ്ഞിമുഴ തുടങ്ങണമെന്ന് 4.5 കിലോമീറ്റർ കയറിപ്പോയി കഴിഞ്ഞാൽ ആ വഴി ആണ്ട കുരിശുപറ്റി കാണുന്നില്ലേ, ആ വഴി അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ പാഞ്ചാലിമേടാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത മുറിഞ്ഞിമുഴയ്ക്കാണ് വന്നത്, അതായത് നമ്മുടെ വളഞ്ഞാങ്കാനം. വെള്ളം തീർത്ത് കുറവാണ്. ഏത് സഞ്ചാരികൾ യാത്ര ചെയ്താലും വളഞ്ഞാങ്കാനത്തിൻ്റെ ഒരു റീലില്ലാത്ത യാത്രയില്ല. അവിടെ വെള്ളം തീർത്ത് കുറവ് കേട്ടോ. ശബരിമല സീസണാണ്. പിന്നെ എന്ത് പറ്റുമെന്ന് ഞായറാഴ്ച കൊണ്ട് വലിയ തിരക്കില്ല. സാധാരണ ഇവിടെ നല്ല തിരക്കുള്ള സമയമാണ്. വളഞ്ഞാനും കായം കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത കുട്ടിക്കാനം ലക്ഷ്യമാക്കിയാണ് യാത്രയാണ്. കുട്ടിക്കാനത്തിന് ഈ ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ നല്ല മനോഹരമായ സ്ഥലം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉച്ച സമയത്ത് വന്നുകൊണ്ട് മഞ്ഞില്ല, ഇല്ലെങ്കിൽ മഞ്ഞാണ്. നല്ല വീതിയുള്ള റോഡ്, അത്യാവശ്യം ഭക്ഷണം കിട്ടുന്ന കടകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. താഴെ ഒരു സഹ്യാദ്രിയുടെ ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. പിന്നെ വഴിനീളെ കരിക്കും സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നല്ല സുന്ദരം മനോഹരമായ ഒരു സ്ഥലം. കുട്ടിക്കാനം തുടങ്ങുകയാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം 2-3 ഹോട്ടലുണ്ട്, ഇടത്തും വലത്തുമായിട്ട്. അത്യാവശ്യം നല്ല ഫുഡുകളാണ് കേട്ടോ. നല്ല പേര് കേട്ട 2-3 ഹോട്ടലുകളാണ്. പിന്നെ കുട്ടിക്കാനം സിറ്റിയിലോട്ട് ചെറിയ കടകൾ ഇഷ്ടംപോലെ 2 സൈഡിലുണ്ട്. പിന്നെ കുട്ടിക്കാനത്ത് ഒരു പമ്പുണ്ട്. ബാക്കി നമ്മൾ കുട്ടിക്കാനം സിറ്റിയിൽ അങ്ങോട്ട് ചെന്നിട്ട് പറയാം കേട്ടോ. അതെ, നന്നായിട്ട് ഫുഡ് കിട്ടുന്ന ചൈനീസ്, നോർത്ത് ഇന്ത്യൻ, അങ്ങനെ എല്ലാ ഫുഡ് കിട്ടുന്ന 2 കടകൾ ഈ താഴെയുണ്ട്. വലിയ തിരക്കില്ലാതെ താഴെ നിർത്തി അത്യാവശ്യം യാത്ര ചെയ്യുന്നവർക്ക് കഴിച്ചിട്ട് പോകാം. ഇത് കുട്ടിക്കാനം സിറ്റി. ഇവിടാണ് പമ്പൊക്കെ ഉള്ളത് കേട്ടോ. പമ്പ്, ATM കാര്യങ്ങളൊക്കെ. കുട്ടിക്കാനത്ത് മരിയൻ കോളേജ് ഉണ്ട്. പിന്നെ അത്യാവശ്യം കുറച്ച് നല്ല റിസോർട്ടുകളുണ്ട്. കുറച്ചങ്ങോട്ട് വലത്തോട്ട് പോയി കഴിഞ്ഞ് വീണ്ടും അടുത്തോട്ട് കയറി കഴിഞ്ഞാൽ തൃശ്ശൂർ 7 അങ്ങനെ റിസോർട്ടുകളുണ്ട്. പോലീസിൻ്റെ ഫയർ ഗ്രൗണ്ട് ഉണ്ട്, CI ഓഫീസുകളുണ്ട്. അങ്ങനെ ഓരോ സംഭവങ്ങളുണ്ട്. ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു പോയി, ഇടത്തോട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ കട്ടപ്പനയ്ക്ക് പോകാം. കട്ടപ്പനയ്ക്ക് പോകാമെന്ന് വെച്ചാൽ ഏലപ്പാറ, വാഗമൺ ആ വഴി കട്ടപ്പനയ്ക്ക് പോകാം. അപ്പോൾ നമ്മളിവിടുന്ന് വലത്ത് തിരിഞ്ഞ് കുമളിക്ക് പോകാം കേട്ടോ. ഇവിടെ എല്ലാ സംഭവങ്ങളുണ്ട് അത്യാവശ്യം. ഇവിടെ താഴെ KTDC ഒരു ബിയർ പാർലറുണ്ട്. കുട്ടിക്കാനത്ത് കുറച്ചും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പീരുമേട് എത്തുന്നതിന് മുമ്പ് ഇവിടെ പൈൻ ഫോറസ്റ്റ് ഉണ്ട്. 1 കിലോമീറ്റർ കഷ്ടി. അവിടെ അത്യാവശ്യ സംഭവങ്ങളൊക്കെ ഉണ്ട്. ടോയ്ലറ്റുകളൊക്കെ പണിതിട്ടുണ്ട്. പിന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഇവിടെ 1-2 കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ദൂരം കൂടി കയറി പോകാൻ കേട്ടോ. പക്ഷേ മേളിലോട്ടുണ്ട്, നല്ല ദൂരമുണ്ട്. കയറിപ്പോൾ അത്യാവശ്യം ഫോട്ടോ എടുക്കുന്നവർക്ക് ഫോട്ടോ എടുക്കുകയും ഇച്ചിരി നേരം വിശ്രമിക്കുകയും ഭക്ഷണം കൊണ്ടുവന്നവർക്ക് കഴിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പീരുമേട് ലക്ഷ്യമായിരിക്കും. പീരുമേട് കഴിഞ്ഞ് പീരുമേട് വരെ അത്യാവശ്യം നല്ല വീതിയുള്ളതും താരതമ്യേന തിരക്ക് കുറഞ്ഞ റോഡാണ് കേട്ടോ. ഇവിടെയൊക്കെ പഴയ ബിൽഡിങ്ങുകൾ ഒരുപാടുണ്ട്. അവിടെയൊക്കെ പേരുകേട്ട സ്കൂളുകളുണ്ട്. മരിയഗിരി സുന്ദരമായൊരു കുഞ്ഞു വീട് കേട്ടോ.
ഇവിടെയൊക്കെ റൂം, റെസ്റ്റോറൻറ്റുകൾ, സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്തൊക്കെ കുറച്ചൊക്കെ KSEBിയുടെ ബിൽഡിങ്, കുറച്ചൊക്കെ KTDCയുടെ ഒക്കെ കുറച്ചൊക്കെ ഉള്ളൂ. വലത്ത് സൈഡിൽ എക്സൈസ് ഓഫീസുണ്ട്. അയ്യോ, കുട്ടിക്കാനത്ത് ഒന്ന് പറയാൻ പറഞ്ഞു കേട്ടോ. കുട്ടിക്കാനത്ത് അമ്മച്ചി കൊട്ടാരമുണ്ട്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ അല്ല റാണിമാരുടെ വേനൽക്കാല വസതി. നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്, അത് പറയാൻ പറഞ്ഞു. വലത്ത് സൈഡിൽ ഫയർഫോഴ്സ് ആണ്. പീരുമേടിലെ ഇങ്ങനത്തെ സ്ഥലമുണ്ട് കേട്ടോ. അതായത് നമ്മുടെ പീരുമേട് ഫയർ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് താഴെറങ്ങിയാണ്. ഇവിടെ ഒരു ചെറിയ തുരങ്കമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കാം. ഇത് ഡാം സൈറ്റ് എന്നാട്ടോ അതിൻ്റെ പേര്. വഴി ഇച്ചിരി ഓഫ് റോഡാണേ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ചെറിയ തടയണം നിർമ്മിച്ചേക്കണം. ഇടുക്കി ഡാമിലോട്ട് വെള്ളം കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത് കേട്ടോ. നമ്മുടെ അവിടെ ചെന്നാലും കാണുന്ന നീർക്കാക്കയുണ്ട്. നമുക്ക് ആ തുരങ്കോടെ കാണാൻ പറ്റുമോ നോക്കാം. കാണാൻ പറ്റുമെന്ന് തോന്നത്തില്ല, വഴിയെല്ലാം അടഞ്ഞു കിടക്കുക. നമുക്ക് വേറെ വഴിയുണ്ടോ നോക്കാം. ഈ ഡാം സൈറ്റ് ഈ ഫോറസ്റ്റ് ഫയർ സ്റ്റേഷൻ്റെ താഴെ കേട്ടോ. ഫയർ സ്റ്റേഷൻ്റെ നേരെ താഴെ വഴി, പക്ഷേ തുരങ്കത്തോടുള്ള വഴി അടഞ്ഞു കിടക്കുക. നമുക്ക് ആ ഡാം സൈറ്റിൽ നിന്നും പറഞ്ഞാൽ ഷട്ടർ കെട്ടി തുരങ്കത്തിലോട്ട് വെള്ളം കൊണ്ടുപോകാനായിട്ട് വെള്ളം തടഞ്ഞു ചേർന്ന് അവിടെ മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. വഴി ഇതാ താഴോട്ട്. ഇത് പീരുമേട് കേട്ടോ. പീരുമേട് 2-3 പ്രത്യേകതകളുണ്ട്. ഇവിടെ പീരുമേട് ജില്ലയുടെ സബ് ജയിൽ ഇവിടെ പീരുമേട്, പിന്നെ കോടതി ഇവിടെ. അങ്ങനെ ആ 2 പ്രത്യേകത ഉണ്ട്. പിന്നെ ഹോസ്പിറ്റൽ സൗകര്യമുണ്ട്. പിന്നെ ഇനിയെല്ലാം മറ്റേ നമ്മുടെ തേയിലക്കാടുകളുടെ മേഖലയാണ്. പിന്നെ ഇവിടെ ബീവറേജ് ഉണ്ട്. അവിടെ കുട്ടിക്കാനത്ത് KTDCയുടെ ബിയർ പാർലറായിരുന്നു, ഇവിടെ ബീവറേജ് ഉണ്ട്. ഓക്കെ, നമുക്കിനി മുന്നോട്ട് പോകാം. കോൺടാക്ട് നമ്പറൊക്കെ ഉണ്ട്. വലത്ത് സൈഡിൽ താഴെ ചിദംബരം പിള്ള മെമ്മോറിയൽ പീരുമേട് സ്കൂൾ കേട്ടോ, പബ്ലിക് സ്കൂൾ. ഇതാണ് മത്തായിക്കൊക്കെ സ്ഥലം. ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, കൂടുതൽ ക്യാമറ വെച്ചാൽ ഈ 2 സൈഡിൽ ഭയങ്കരമായിട്ട് വേസ്റ്റ് കൊണ്ടുവന്നതാണ്. ഒരു സൈഡ് അത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. നല്ല കാര്യം. പിന്നെ പാർക്കിംഗ് ഇല്ല. അതും ഒരു സൈഡിൽ മറ്റേ ബൈക്കാർ അടിച്ചാലും മറു സൈഡിൽ നല്ല പുറത്തോളം കിട്ടിയാണ്. റോഡ് നല്ല ഭംഗിയായിട്ട് കാണാം. പേരും പറ്റുന്നുണ്ട് മത്തായിക്കൊക്കെ. നേരത്തെ ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ. മത്തായിക്കൊക്കെ കഴിഞ്ഞിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കല്ലാർക്കവല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. അവിടുന്ന് 7 കിലോമീറ്റർ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ പരുന്തുപാറയാണ്. ഇത് പരുന്തുപാറയുടെ ഗേറ്റ്. അത് ഇപ്പോൾ പാറ ആയതുകൊണ്ടായിരിക്കും കേട്ടോ, മൊത്തം പുല്ലൊക്കെ പിടിച്ചിരിക്കുക. പിന്നെ ഇങ്ങോട്ട് വന്നാൽ വലത്തെ സൈഡൊക്കെ നല്ല നമ്മുടെ പ്രകൃതി രമണീയമാണ് കേട്ടോ. ഇതിലൊക്കെ ചെറിയ ചാല വീണ്, ഇപ്പോൾ വെള്ളമില്ല, ചെറുപ്പായിട്ട് കിടക്കുക. പതുക്കെ കുമിളി ലക്ഷം ഇടയ്ക്ക് കുറച്ച് സ്ഥലമുണ്ട്. കുമിളി ലക്ഷമാക്കി നീങ്ങും. ഇത് പഴയ വാമനാർ എന്ന സ്ഥലം കേട്ടോ. ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ട്. പിന്നെ ഈ പഴയ വാമനാർ നമ്മൾ തുടങ്ങുന്നിടത്തൊരു പാലമുണ്ട്. ആ പാലത്തിൽ നിന്ന് ഇടത്ത് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് കട്ടപ്പന പോകാം. ഒരു ഓഫ് റോഡ് ഡ്രൈവ്, ഒരു തോട്ടത്തിൽ കിടക്കെ പോകാം. ഒന്നെങ്കിൽ ഗൂഗിൾ ആൻഡിയുടെ സഹായത്തെ പോകാം, ഇല്ലെങ്കിൽ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സഹായത്തെ പോകാം. എന്തായാലും റോഡുണ്ട് കേട്ടോ. ഇതിൻ്റെ അപ്പുറ ഭാഗത്തൊക്കെ കുറച്ച് സിനിമ ഷൂട്ടിംഗ് കാണുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് മാർക്കറ്റിനകത്താണ്. നമുക്ക് തിരക്കാണെങ്കിൽ നമുക്ക് അവിടെ നിർത്താൻ പറ്റത്തില്ല. നോക്കാം. നമ്മൾ പാമ്പനാർ ജംഗ്ഷനിലെത്തി. ഇവിടുത്തെ ഒരു അത്യാവശ്യം രാത്രിയിൽ വൈസ് സൈഡിലൊക്കെ 1-2 തട്ടുകടകളൊക്കെ ഉണ്ട്. അവിടെ രാത്രിയിലൊക്കെ ഫുഡ് കിട്ടും. അത്യാവശ്യം ATM കൗണ്ടർ, അത്യാവശ്യം താമസിക്കാൻ റൂമൊക്കെ ഉണ്ട്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണ്. പഴയ വാമനാറുണ്ട്, ഇപ്പോൾ പാമ്പനാർ. നല്ലൊരു വളവിലാണ് ഈ സിറ്റി. ഇതുണ്ട്. പാമ്പനാർ കഴിഞ്ഞാൽ പിന്നെ വലത്ത് ഇങ്ങനെ സീൻ കാണാം കേട്ടോ. ഇതാണ് പട്ടുമലപ്പള്ളി കേട്ടോ. നമ്മൾ പാമ്പനാർ കഴിഞ്ഞുകൊണ്ട് കയറി വരുമ്പോൾ നമുക്ക് വലത്ത് സൈഡിൽ കാണാം. പാർക്കിങ് സൗകര്യങ്ങൾ എല്ലാ സംഭവങ്ങളും ഉണ്ട്. കണ്ടോ, നല്ല വീതിക്ക് വേണമെന്നുണ്ട്. നമുക്ക് കയറിയ പാർക്കിങ്ങും ആ പള്ളിയുടെ ഒരു വ്യൂ കൂടെ നമുക്ക് കണ്ടോ. പ്രൗഢഗംഭീരമായ പട്ടുമലപ്പള്ളി. ഇവിടെ തീർത്ഥാടകർക്ക് ഇഷ്ടംപോലെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇടത്തെ സൈഡിൽ കാണുന്നുണ്ടല്ലോ, ഇത് AVTയുടെ ഭയങ്കര ഒരു പാർക്കിംഗ് ഗ്രൗണ്ടും AVTയുടെ ഔട്ട്ലെറ്റും പിന്നെ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റും ആട്ടോ. അവിടെ കിടക്കുന്ന വണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും. നല്ല രീതിയിൽ ഒത്തിരി പാർക്കിംഗ്. പെരുമാൾ
മാതിരിപ്പെട്ട സീസണിൽ അല്ലാത്ത സമയത്തെല്ലാം നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യുകയും ഭക്ഷണം കഴിക്കുകയും കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഫ്രണ്ടിൽ ഒരുപാട് കടകളുണ്ട് കേട്ടോ. അതായത് പട്ടുമലപ്പള്ളി കഴിഞ്ഞു. അത് കഴിഞ്ഞുള്ള ഈ സ്ഥലത്തിൻ്റെ പേര് കരടിക്കുഴി കേട്ടോ. ഇതെല്ലാം എവരി എസ്റ്റേറ്റിൻ്റെ മേഖലയാണ്. പിന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ടോട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ സ്ഥലമുണ്ട്. ഇപ്പോൾ ഏകദേശം വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ തുടക്കം. ഇത് വണ്ടിപ്പെരിയാർ. ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. ഒരു എന്താ പറയുക, ഇടുങ്ങിയതും നീണ്ടതുമായ സിറ്റിയാണ്. ഇവിടെ നമ്മൾ മാമലയ്ക്ക് പോവാം, പോവാം, അങ്ങനെ പോകുന്ന ചിങ്കര, അങ്ങനെ കുറേ സ്ഥലങ്ങളിലോട്ട് പോവാം. ഇവിടെ പൂഞ്ഞാർ കൊട്ടാരത്തിൻ്റെ ഇതുപോലെ ക്ഷേത്രമുണ്ട്, അവരുടെ ഒരു കൊട്ടാരമുണ്ട്. പുറകിൽ നമ്മൾ ഇറങ്ങിയെടുത്ത് വലത്തെ സൈഡിൽ പുറകിലും പോലീസ് സ്റ്റേഷനുണ്ട്. അതിനോട് ചേർന്ന് തന്നെ മുല്ലപ്പെരിയാറിൻ്റെ പോലീസ് സ്റ്റേഷനുണ്ട് കേട്ടോ. ഈ വണ്ടിപ്പെരിയാർ സിറ്റിയെ രണ്ടായിട്ട് തിരിക്കണം ഈ പാലം കേട്ടോ. പാലത്തിൻ്റെ അപ്പുറം ഇപ്പുറം വണ്ടിപ്പെരിയാർ. സൂര്യൻ അങ്ങോട്ട് അടിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല. അതായത് താഴെ കൂടെ പെരിയാർ ഒഴുകും. ഇപ്പോൾ പാർക്കിങ് ഭയങ്കര ടൈറ്റ് കേട്ടോ. അതുകൊണ്ട് വണ്ടി എന്തെങ്കിലും പേൻ പാർക്കോ ഉള്ളോ അങ്ങനെ എനിക്ക് കയറ്റി വെക്കുന്നത് നല്ലത്. പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇല്ല. ഇവിടെ ചർച്ചുണ്ട്. ആ ചുമല കെട്ടിട്ട് ഇരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് അകത്തോട്ട് തന്നെ മാർക്കറ്റാണ്. ഒരുപാട് കടകളുണ്ട്, ഒരുപാട് സാധനങ്ങളുടെ മാർക്കറ്റ്. നല്ല ഇടുങ്ങിയ ഒരു സിറ്റിയാണ് കേട്ടോ. താരതമ്യേന എല്ലാവിധ സാധനങ്ങളും കിട്ടും. ഇതാണ് നമ്മുടെ വള്ളക്കടവ്, പുല്ലുമേട്, പത്തനംതിട്ട, ഗവിയൊക്കെ പോകുന്ന വഴി കേട്ടോ. ഈ വഴിക്കാണ് ചെല്ലു പോകുന്നത്. വണ്ടിപ്പെരിയാർ വണ്ടിപ്പെരിയാർ കഴിയുമ്പോൾ നേരെ വരത്തും. വണ്ടിപ്പെരിയാറിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോയി നമ്മൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടു കേട്ടോ. നമ്മൾ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ ഇവിടെ വണ്ടി നിർത്തിയില്ലായിരുന്നേ. ആ പോലീസ് സ്റ്റേഷൻ അവിടെ നിന്നാണ് സത്രത്തിലോട്ടുള്ള വഴി കേട്ടോ. ഞാൻ ഇപ്പോൾ ഗവിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർഡർ അവിടെ അത് പറയണമെന്ന് ഓർത്താം. അവിടെ തിരക്കായിരുന്നുകൊണ്ട്, ബ്ലോക്ക് ആയിരുന്നുകൊണ്ട് പോലീസ് സ്റ്റേഷനും എടുത്തില്ല, നമ്മൾ എടുക്കാനും വിട്ടു കേട്ടോ. അപ്പോൾ ഏകദേശം വണ്ടിപ്പെരിയാർ തീരാറായി. നമ്മൾ ഏകദേശം കുമളിയുടെ പ്രാന്തപ്രദേശത്തെത്തി കേട്ടോ. ആ മേളിൽ കാണുന്ന പള്ളിയില്ലേ, സെൻറ്റ് അഗസ്റ്റിൻസ്, അത് പള്ളിയുടെ പേര്. ഇവിടെ ഒരു 60 ഹോസ്പിറ്റലുണ്ട്. സെൻറ്റ് അഗസ്റ്റിൻസ് തന്നെയാണ് അതിൻ്റെ പേര്. പക്ഷേ 66 ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാലേ അർത്ഥം. ഈ സ്ഥലം 66 എന്നാണ് പറയുന്നത്. ഡേ ഇവിടെ തട്ടുതട്ടായിട്ട് ഫോറസ്റ്റ് കനോപ്പി എന്നും പറഞ്ഞൊരു ഹോട്ടലാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല രസമുണ്ട് കാണാൻ. എങ്ങ് മേള് വരെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുമളി ഇവിടം കൊണ്ട് തുടങ്ങുവാണ്. ഏത് കാണുവാണ് ഇത്തരത്തേക്കും ചിപ്സ് വറുത്തേക്കുന്ന സ്ഥലം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? ഒന്നും ആയില്ല, ചിപ്സ് കട തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇതൊരു ശബരിമല സീസണിലെ പ്രത്യേകതയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ബോർഡുകൾ തുടങ്ങും കേട്ടോ. എന്നാണ് കുമളി നേരെ വള്ളക്കടവിന് പോകാം. അത് കട്ടപ്പനയാണ്. ആനവിലാസം അതിനിടയ്ക്കുള്ള സ്റ്റോപ്പാണ്. പിന്നെ അത് കഴിഞ്ഞ് നേരെ തേനിക്ക് പോകാം. പിന്നെ ഈ റോഡ് ആനവിലാസം പോകുന്ന റോഡ് അല്ലെ വള്ളക്കട പോകുന്ന റോഡ് വരെ കട്ടപ്പനയ്ക്ക് പോകാം, മൂന്നാറിന് പോകാം. അല്ലാണ്ട് കുമളി ജംഗ്ഷനിൽ ചെന്നിട്ട് അവിടുന്ന് പോകാം കേട്ടോ. ഇതേ കാണുന്ന ചുമന്ന പെയിൻ്റടിച്ച കെട്ടിടേ ഒരു കാലത്ത് ആശുപത്രിയായിരുന്നു കേട്ടോ. പെരിയാർ ഹോസ്പിറ്റലിൽ പറഞ്ഞു. അത് വേറെ ആരും വന്ന് വാങ്ങുകയൊക്കെ ചെയ്തു. ഇന്നിപ്പോൾ എന്നാന്ന് അറിയില്ല, പ്രവർത്തനരഹിതമാണ്. ഞാനൊക്കെ ഇതേ കുമളി ഞാനിങ്ങനെ വലത് സൈഡിൽ ഗവൺമെൻറ് ആശുപത്രി, അത് കോഴിയുടെ അതായത് ഹാള്, റെസ്റ്റോറൻറ്റ്, അങ്ങനെ എല്ലാ പരിപാടിയും. ഇനി നമുക്ക് വണ്ടി നിർത്തിയിട്ടെടുക്കാം കേട്ടോ. കാരണം എന്താ, ഇത് ഭയങ്കര തിരക്കായി. നമുക്കുള്ളെല്ലാം ചിപ്സ് ആട്ടോ. ചിപ്സ് കടകൾ മാത്രമാണ്. ശബരിമല സീസണിൽ ഇതുപോലെ ചിപ്സ് വറുക്കുന്ന ഒരു സ്ഥലം വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് കണ്ടോ ചിപ്സ് വറുത്ത് വെച്ചേക്കണം. പല മോഡലിൽ ചിപ്സ് വറുത്ത് വെച്ചേക്കണം. ചിപ്സ് കട എല്ലാം ചിപ്സ്. അതേ വറുത്ത് തകർത്ത് അടിപൊളിയായിട്ട് വെച്ചേക്കുന്നു. കളർ നോക്കി സുഗന്ധം ഞങ്ങൾ ചിപ്സ്. പിന്നെ ഈ സൈഡിൽ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പാർക്കിങ് ഭയങ്കര ടൈറ്റായിരിക്കും. കുറച്ച് ദിവസത്തെ സീസൺ കഴിയുന്നിടം വരെ ഇനി പാർക്കിങ് ഭയങ്കര ടൈറ്റായിരിക്കും. ചിപ്സ് വറക്കുന്ന വെളിച്ചെണ്ണയുടെ പരസ്യത്തിനായത് KP ശുദ്ധിയുടെ തന്നെ അടുക്കി വെച്ചേക്കുന്നത്. കുമളിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. വിദേശികളായ ആൾക്കാരുണ്ടാവും, ഇവിടുത്തെ തദ്ദേശീയരുണ്ടാവും, പിന്നെ ഈ നാട്ടിൽ നിന്ന്, ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് എവിടെ നിന്ന് വരുന്ന സ്വാമി അയ്യപ്പന്മാരുണ്ടാവും. വെള്ളം ചോദിക്കാം വണ്ടി വരുന്നുണ്ട് സൈഡ്. ആ റൈറ്റ് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത് തേക്കടിയാണ് കേട്ടോ. തേക്കടിക്ക് പോകാം. കുമളി കുരിശുപള്ളിയിൽ നിന്ന് ബോർഡുണ്ട്. ഭക്ഷണം നമ്മളങ്ങനെ അധികം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഭക്ഷണത്തിനെ പറ്റി അറിയത്തില്ല. പിന്നെ തട്ടുകടകൾ സജീവമാകുന്ന സ്ഥലമുണ്ട്, അത് നമ്മളെ കാണിക്കാം കേട്ടോ. നമ്മുടെ സ്റ്റാൻഡിൻ്റെ അടുത്താണ്. കൂട്ടത്തിൽ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട്, ഹോം മെയ്ഡ് ചോക്ലേറ്റ്, അങ്ങനെ എന്ത് സാധനവും കിട്ടും. ഇരിഞ്ഞെടുത്തതിൻ്റെ ബാക്കി തൊലിയും
അടുത്തൂടെ വെച്ചേക്കുന്ന കേട്ടോ. ആ ട്രാവലർ ഇറങ്ങി വരുന്നില്ലേ, ആ വഴിയാണ്, അതായത് ഇടത്തെ സൈഡിൽ ആ വഴിയാണ് മൂന്നാർ കട്ടപ്പന ഒക്കെ പോകുന്നത് കേട്ടോ. ക്ഷേത്രം അടിയിൽ പാർക്കിങ്ങും സൗകര്യങ്ങളും സംഭവങ്ങളെല്ലാം ഉണ്ട്. മുകളിലാണ് ഈ ക്ഷേത്ര സ്ഥിതി. നല്ല മനോഹരമായിട്ട് വന്നിട്ട് അതിൻ്റെ കേട്ടോ. ഇവിടെ അയ്യപ്പന്മാർക്ക് വിരി വെക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇതിനകത്ത് കയറിയിട്ടാണ് ഈ സൈഡിലെ സ്റ്റെയർ വഴി അമ്പലത്തിലോട്ട് പോകാം. ഇവിടെയുണ്ട് സ്റ്റെയർ വഴി അമ്പലത്തിലോട്ട്. നമുക്ക് ഇത്ര കഴിയുമ്പോൾ അമ്പലം എടുക്കാം കേട്ടോ. ഈ തട്ടുകളുടെ പ്രപഞ്ചം, തട്ടുകൾ. ഇത് കുമളി ബസ് സ്റ്റാൻഡ് കേട്ടോ. കുമളി ബസ് സ്റ്റാൻഡിൽ സത്രം അങ്ങനെയുള്ള സ്ഥലത്തോട്ട് ജീപ്പ് കിട്ടും. തമിഴ്നാട്ടിന് ബസ് കിട്ടും, എറണാകുളത്തിന് കിട്ടും, കോട്ടയത്തിന് കിട്ടും, കട്ടപ്പനയ്ക്ക് കിട്ടും, മൂന്നാറിന് കിട്ടും, ടൂർ പാക്കേജിൽ കിട്ടും. ശബരിമല സീസണിൽ വിരി വെക്കാനും അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ചൈത്ര പൗർണമിക്ക്, അതായത് മംഗളദേവി പോകാനുള്ള സൗകര്യം കിട്ടും. അങ്ങനെ എല്ലാം കിട്ടും. എല്ലാ സൗകര്യങ്ങളും ഒത്തടങ്ങിയ ബസ് സ്റ്റാൻഡാണ്. ATM ഉണ്ട്, ട്രാൻസ്പോർട്ടുണ്ട്, പ്രൈവറ്റുണ്ട്, ഓട്ടോറിക്ഷയുണ്ട്, ജീപ്പുണ്ട്. തൊട്ടപ്പുറത്ത് ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് കിട്ടുന്നൊരു ബസ് സ്റ്റാൻഡ് ഇടുന്നുണ്ടോ? അതാ കുമ്മിയുടെ വൃത്തിയാണ്. പമ്പയ്ക്ക് വേണ്ടി കിടക്കുന്നുണ്ടോ? പമ്പ കോട്ടയം പ്രൈവറ്റ് ബസ് കിടക്കുന്നു. കുമളി പീരുമേട് പാമ്പനാർ വണ്ടി കിടക്കുന്നു. അങ്ങനെ ബൈനോക്കുലർ ടോക്സിൻ്റെ കുമളി മുണ്ടക്കയം യാത്ര, അല്ലെങ്കിൽ മുണ്ടക്കയം കുമളി യാത്ര ഇവിടെ കൊണ്ട് അവസാനിക്കുക കേട്ടോ. കുമളി സ്റ്റാൻഡിൽ വന്നു. അപ്പോൾ ഒരു പുത്തൻ വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ എല്ലാവർക്കും ബൈ.